നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുരാവസ്തു തട്ടിപ്പ് കേസായിരുന്നു മോൻസൺ മാവുങ്കലിൻ്റേത്. മോൻസൺ മാവുങ്കൽ ഇപ്പോൾ വിയൂർ ജയിലിലാണ്. അത് ഈ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഷാനിമോനും ഷമീർ MDയുമാണ് നമ്മളോടൊപ്പമുള്ളത്. എന്തിനാണ് ഇവർ ഇവിടെ എത്തിയത്? ഇവർക്ക് 10 കോടി രൂപ നഷ്ടമായി. അത് തിരികെ ലഭിക്കുമെന്ന് അവർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇനി ഒരാളും ഇങ്ങനെ ഒരു ചതിയിൽ പെടാൻ പാടില്ല. ഒന്ന്, നമുക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന പോലീസ് ഓഫീസർമാർ ഈ മോൻസൺ മാവുങ്കൽ കേസിൽ എങ്ങനെയാണ് ഇടപെട്ട് കേസ് മാറ്റിത്തിരിച്ച് വഴിവിട്ട് കുറ്റവാളികളെ രക്ഷിക്കുകയും നിരപരാധികളെ ശിക്ഷിക്കുവാനുമുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നത് എന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചാനൽ 91 വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവരെത്തിയിട്ടുള്ളത്. 2016 നിങ്ങളുടെ ഒരു ബന്ധം മോൻസണുമായി ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത കമ്പനികൾ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ഒരു കമ്പനിയിലെ പാർട്ണർമാർ ആക്കുകയായിരുന്നു, ശരിയല്ലേ? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം? ഞാൻ ആദ്യമായിക്കൊണ്ട് 2016 മോൻസനെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു വിദേശത്തെ പേഴ്സണൽ പ്രോബ്ലവുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോൻസണുമായിക്കൊണ്ട് ആദ്യമായി ബന്ധപ്പെടുന്നത്. ആ ബന്ധം വളരുകയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്യാഷ് എല്ലാം നൽകുകയും എല്ലാം ചെയ്തു, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മോൻസൺ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ആക്ഷനും എടുത്തില്ല. അതൊക്കെ ലേറ്ററാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാനും ഷമീറും അനൂപും 2017 ഷമീർ ഇദ്ദേഹം, അതെ, അനൂപും 2017 ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പാർട്ട്നേഴ്സായിട്ട്. അങ്ങനെ ആ സമയത്ത് ഞാൻ മോൺസൺ ബാംഗ്ലൂർ വരുമ്പോൾ വന്ന ഒരു ദിവസം എന്നെ ബോറിംഗ് ക്ലബിലേക്ക് വിളിക്കുകയും ജസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയും ആ സമയത്ത് എൻ്റെ കൂടെ അനൂപ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് മോൺസന്റെ കൂടെ അന്നത്തെ പാർട്ട്നേഴ്സ് എന്ന് പരിചയപ്പെടുത്തിയ ഡോക്ടർ റാം ഉണ്ടായിരുന്നു, പിന്നെ വേറെ 2 ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഈ വ്യാജ കമ്പനി ഡയറക്ടേഴ്സ് എന്ന് പരിചയപ്പെടുത്തിയ 3 പേരുണ്ടായിരുന്നു. അവർക്കെതിരെ ഇപ്പോ എന്തെങ്കിലും കേസുണ്ടോ? അവർക്കെതിരെ ഇതുവരെ അന്വേഷണം പോലും നടന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ കുറിച്ച് മോൺസന്റെ മൊഴിയിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പരാമർശിക്കുന്നുണ്ട്. ഈ വ്യാജ ഡോക്യുമെന്റുകളും എല്ലാം ഉണ്ടാക്കി തന്നത് ഈ പാർട്ട്നേഴ്സ് ആണ് എന്നും അത് ഉണ്ടാക്കിയതിനു ശേഷം മോൺസണിലെ 97 എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയായിരുന്നു. ആ നമ്പറാണ്, ആ ഡോക്യുമെന്റ് ആണ് ബാക്കിയുള്ള തട്ടിപ്പിനിരയായ ആളുകൾക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ളതും മോൺസന്റെ മൊഴിയിലുള്ളതാണ്. എന്നിട്ട് പോലും ആ വഴിയിലൂടെ അന്വേഷണം പോവാതെ 2017 ശേഷമുള്ള ഭാഗികമായ അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. ഈ ഭാഗികമായ അന്വേഷണം ആയതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകളോ മറ്റുള്ള തെളിവുകളെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളോ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ കേസ് കോടതിയിൽ എത്തുകയും ഈ കേസ് കോടതിയിൽ നിന്ന് പൊട്ടിപ്പോവുകയും തള്ളിക്കളയുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ള വേവലാതിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയക്കുകയും ഇത് കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഒരു അടുത്ത 2 ദിവസങ്ങളായി പത്രങ്ങളിൽ ഈ വാർത്ത നിറഞ്ഞു നിൽക്കുകയാണ്. YR റസ്റ്റം DYSP അദ്ദേഹം പറയുന്നു ഇത് ഹവാല പണം ആയിരുന്നു, 10 കോടി. അതിൽ ഹവാല പണം ആയിരുന്നു എങ്കിൽ നിങ്ങൾ ഈ സുതാര്യമായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെ കേസ് കൊടുക്കുമോ? സത്യത്തിൽ എന്താണ് സംഭവം? അദ്ദേഹം ഹവാല പണം ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ പണം കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. ഈ പണം ഞങ്ങളുടെ പരാതിയിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പണം വാങ്ങിയെന്ന് കിട്ടിയെന്ന് മോൺസൺ സമ്മതിച്ചിട്ടുണ്ടോ? ഇത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ആ പണം കണ്ടെത്തിയതിനു ശേഷമാണോ ആയിട്ടല്ല ഈ പണത്തിന്റെ സോഴ്സ് കണ്ടെത്തേണ്ടത്. ഒരു പൈസ എങ്ങനെയാണ് ഹവാലയാകുന്നത്? ഇസ് ഒറിജിനൽ ഫ്രം ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. കറക്റ്റ്. പിന്നെ എന്തിന് DYSP റാങ്കിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയണം? ഈ കേസിൽ YR റസ്റ്റം ഹവാല പണമാണ് ഇത് എന്ന് പറയുന്നത് അദ്ദേഹം പരാതിക്കാരനായ യാക്കൂബിൽ നിന്നും കൈക്കൂലിയായിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. എത്ര പണം വാങ്ങി? 25,000 രൂപ അക്കൗണ്ടിലും 1 ലക്ഷം രൂപ
ക്യാഷായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് മുഖാന്തരവും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ആ പണം കൈമാറിയെങ്കിൽ അവിടെ ക്യാമറകൾ ഉണ്ടാവില്ലേ? ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് പണം വാങ്ങിയത്. അതായത് കോഴിക്കോട് നിന്ന് യാക്കൂബ് അവിടെ എത്തുമ്പോൾ പാർക്കിങ്ങിലേക്ക് അദ്ദേഹം സ്റ്റാഫിനെ വിട്ട്, സാബു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു സ്റ്റാഫിനെ വിട്ട് അദ്ദേഹമാണ് പണം വാങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് റസ്റ്റത്തിന്റെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഒരു ഡിവൈഎസ്പിക്കെതിരെയാണ്. അത് കൃത്യമായി അല്ലെങ്കിൽ വേട്ടയാടലുകൾ തുടരും. അല്ല, ഞങ്ങൾ അത് നിങ്ങൾക്ക് ഭയമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ഞങ്ങൾ ഈ കേസുമായി തന്നെ മുമ്പോട്ട് വരില്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണത്തിന്റെ സോഴ്സിനെ കുറിച്ചിട്ടും ഞങ്ങൾ അവിടെ ഈ ചതിയിൽ പെട്ടതിനെ കുറിച്ചിട്ട് എല്ലാം വ്യക്തമായ ധാരണയുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഏതെങ്കിലും റിപ്പോർട്ടിലുണ്ടോ നമ്മൾ അവിടെ നിന്ന് ഒരു പുരാവസ്തു വില ഉറപ്പിച്ച കാര്യം? ഇല്ല, ഒരു പുരാവസ്തു നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ അവിടെ വരുമ്പോ അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സിൽ ഒത്തിരി പുരാവസ്തുക്കൾ ഉണ്ട്, ഒത്തിരി ആഡംബര കാറുകളുണ്ട്, ഒത്തിരി VIP-കൾ അവിടെ ഉണ്ട്. ആരൊക്കെയാണ് പ്രധാന VIP-കൾ? അവിടെ കേരളത്തിലെ ഉദ്യോഗ സ്ഥലത്തിലെ ഒന്നാമത്തെ ആളാണ് കേരള ചീഫ് സെക്രട്ടറിമാര്. 2 ചീഫ് സെക്രട്ടറിമാര്, ടോം ജോസിനെ അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ജിജി തോംസിനെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്, DGP ലോക്നാഥ് ബെഹ്റ അവിടെ വന്നിട്ടുണ്ട്, ADGP മനോജ് എബ്രഹാം വന്നിട്ടുണ്ട്, IG ലക്ഷ്മണൻ അവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് ഇടപെട്ടോട്ടെ. ഇത് ലോക മലയാളികൾ അറിയണം. ഒരു തട്ടിപ്പുകാരന്റെ സങ്കേതത്തിൽ ബന്ധം സ്ഥാപിക്കുവാൻ വന്ന പോലീസ് തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളാണ് ഈ വെളിപ്പെടുത്തുന്നത്. ഞങ്ങളുടെ പരാതിയിൽ തന്നെ രാഷ്ട്രീയ പോലീസ് മേഖലയിലുള്ള ഉദ്ദേശം 40ഓളം VIP-കൾ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരൊക്കെ അവിടെ വരുന്നതിന്റെ പുറമെ രാവിലെയും ഉച്ചക്കും വൈകിട്ടും പോലീസ് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവിടെ ഒപ്പിട്ട് പോവുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വീട്ടിലെ അമൂല്യങ്ങളായ വസ്തുക്കൾക്കുള്ള പ്രൊട്ടക്ഷൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത്രയും സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ബിസിനസ്സുകാരായി പല സമയങ്ങളിൽ പലപ്പോഴായി പരിചയപ്പെട്ട് നമ്മളുമായിട്ട് പരിചയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക കേസുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ഫ്രീസ് ആയി നിൽക്കുന്നതിനാൽ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. മോൺസൺ പറയുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പുരാവസ്തുക്കളുടെ ഒരു ഓപ്ഷൻ സെന്റർ എന്നൊരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഡൽഹിയിലെ ഗുപ്ത അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ലീഗൽ കൺസൾട്ടൻസിയാണ് നടത്തുന്നത്. അവർക്ക് ഭീമമായ തുക കൊടുത്തുകൊണ്ടാണ് കേസ് നടത്തുന്നത്. ഈ ഗുപ്ത ഏജൻസീസ് എന്ന് പറയുന്ന കമ്പനിക്ക് കേസ് നടത്താനുള്ള സാമ്പത്തിക സഹായം ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഇത്രയും ഉന്നതരായ ആളുകളും ഇത്രയും പോലീസ് പ്രൊട്ടക്ഷനിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുരാവസ്തുക്കൾക്ക് വ്യാജരേഖകൾ ഒത്തിരി അദ്ദേഹം കാണിച്ചു. അതിന്റെ പുറത്ത് വ്യാജരേഖകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ നിങ്ങൾ കുറെ രേഖകൾ നമ്മൾ അത് ഒറിജിനൽ അല്ലേ ബെഹ്റ? തീർച്ചയായും അതാ ഞാൻ പറഞ്ഞു തന്നെ. HSBC ബാങ്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഞങ്ങളെ കാണിച്ചു, അത് വ്യാജമായിരുന്നു. പിന്നീട് മനസ്സിലായി. ബോംബെ അപ്പാരൽ ട്രൈബ്യൂണലിലാണ് ഇത്തരത്തിലുള്ള വിദേശ സാമ്പത്തിക ഫെബി സംബന്ധമായ കേസുകൾ നടക്കുന്നത്. ഈ കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയ തുകയുടെ ഒരു കോർട്ട് ഓർഡർ ഞങ്ങളെ കാണിച്ചു. അതിലൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ സീലുണ്ട്. പക്ഷെ ഇത് പിന്നീട് വ്യാജമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അന്ന് അതൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. അതായത് ഇത്തരം ഡോക്യുമെന്റുകൾ യഥാർത്ഥത്തിൽ ഉള്ളതാണ്. പക്ഷെ അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരൊക്കെ ആഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേര് അതിലേക്ക് മാറ്റി ചേർത്ത് ഇങ്ങനെ ചില പൊടിക്കൈകൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത രേഖകളായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അല്ല ഞാൻ ഒരു ഇടയ്ക്ക് ഒന്നും കരുതരുത് ചോദിച്ചോട്ടെ സാർ. നിങ്ങൾ ഈ ബിസിനസ്സുകാരാണ്, വളരെ യങ്ങായിട്ടുള്ള 2 ആളുകളാണ്. നിങ്ങൾക്ക് ഈ 2016 തുടങ്ങിയ ബന്ധത്തിൽ ഒരിക്കൽ പോലും ഇയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തോന്നിയിട്ടില്ലേ? നിങ്ങൾ അങ്ങനെ ഡിസ്കഷൻ നടത്തിയിട്ടില്ല? തീർച്ചയായിട്ടും ഞങ്ങൾ ഇദ്ദേഹം ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഈ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 6ഓളം പേരാണ് ഈ പണം കൊടുത്തത്. ഒരിക്കലും ഒരു വൺ ടൈം ഭീമമായ തുക നമ്മൾ കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു ചെറിയ സഹായം നൽകി. വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അതിന് വിസമ്മതിച്ച സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഇനി നമ്മൾ പണം തരുമ്പോൾ തിരിച്ച്
തിരിച്ചു കിട്ടേണ്ട ഒരു ഷുവർട്ടി വേണമല്ലോ. വേണം. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് എൻ്റെ പ്രശ്നം തീർത്ത് കഴിഞ്ഞാൽ ഈ ആൻറ്റിക്സ് ഒരു ഓപ്ഷൻ സെന്റർ പോലെ നമുക്ക് വിപുലമായ ഒരു ബിസിനസ് സാമ്രാജ്യം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ബിസിനസ് പ്രപ്പോസലാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ പുരാവസ്തുക്കളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. പുരാവസ്തു അന്ന് ഇതൊക്കെ പുരാവസ്തുവല്ല, ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ഒരിക്കൽ പോലും സംശയം തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് നിരവധി മാധ്യമങ്ങളിൽ അതേപോലെ തന്നെ നിരവധി VIP-കളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ ഇതിലെല്ലാം ഇത് പുരാവസ്തുക്കളായിട്ട് പ്രചരിക്കുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഇത് എന്നിട്ടും ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിന്റെ ഡോക്യുമെന്റ്സ് കാണണം. അപ്പോ അദ്ദേഹം ഞങ്ങളുടെ മുമ്പാകെ സംസ്ഥാന പോലീസ് മേധാവി DGP അന്നത്തെ ലോക്നാഥ് ബെഹ്റ ഒപ്പിട്ട് 2019 ജൂൺ മാസം 13-ാം തീയതിയിലെ ഓർഡർ ഞങ്ങളെ കാണിച്ചു. അതിൽ ഈ ഓർഡർ അദ്ദേഹം പറയുന്ന ഓർഡറിന്റെ കോപ്പി സ്റ്റുഡിയോയിലുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് നമ്മളത് സംസാരിക്കുന്നത്. ഈ ഓർഡറിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ അന്വേഷണത്തിൽ അവിടെ അമൂല്യങ്ങളായ പുരാവസ്തുക്കൾ ഒത്തിരി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മ്യൂസിയത്തിന് സുരക്ഷ ഒരുക്കാവുന്നതുമാണെന്നാണ് അദ്ദേഹം ഉത്തരവിട്ടത്. അത് കേരള പോലീസിന്റെ ഒരു ലെറ്റർ ഹെഡ് നമ്മൾ എങ്ങനെ അവിശ്വസിക്കും? അതും വ്യാജമാണോ? ഒരിക്കലുമല്ല. വ്യാജമല്ല എന്ന് മാത്രമല്ല, ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അവിടെ 3 നേരം പോലീസുകാർ വന്ന് ഒപ്പിട്ട് പോകുന്നുണ്ട്. ഈ സുരക്ഷയുടെ ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കണം, വല്ല കാട്ടിലും കിടന്ന കുപ്പിച്ചില്ലും ആക്രിയും ഒക്കെയാണ് ഈ പറക്കി വെച്ചിരിക്കുന്നത്. അതിന് കേരള പോലീസിന്റെ സംരക്ഷണം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് കേരള പോലീസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ. കൂടാതെ ഈ പറയുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ഈ പറയുന്ന ഓർഡറിന് അനുബന്ധമായിട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും ഇദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ആലപ്പുഴ ചേർത്തലയിലുള്ള അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ആലപ്പുഴ SP-യുടെ പരിധിയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെയും എല്ലാം സർട്ടിഫിക്കറ്റ് അതിലുണ്ട്. ഒറിജിനൽ കേരള പോലീസിന്റെ ലെറ്റർ ഹെഡിലുള്ള ഡോക്യുമെന്റുകളാണത്. അപ്പൊ ഈ രേഖകളായിരുന്നു ഇതിന്റെ ഉടമസ്ഥാവകാശവും ഇതിന്റെ ഒറിജിനാലിറ്റിയും തെളിയിക്കാൻ മോൺസൺ ഞങ്ങൾക്ക് നൽകിയത്. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചു? സ്വാഭാവികമായിട്ടും നമുക്കൊരു ജെനുവിനിറ്റി തോന്നി. കാരണം വ്യാജ രേഖയല്ല. അപ്പോഴും നമ്മൾ പണം കൊടുക്കുമ്പോൾ കൂടുതൽ അതിലേക്ക് കിടക്കാത്തത് അതെടുത്ത് വിൽക്കാനോ അതെടുത്ത് വാങ്ങാനോ നമ്മൾ അപ്പോഴും ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നിയമപ്രശ്നങ്ങൾ തീർക്കാൻ ഡൽഹിയിലെ ഗുപ്ത അസോസിയേറ്റ്സിനുള്ള പണമാണ് ആവശ്യപ്പെട്ടത്. അതാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ പണം കൊടുത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത്രയധികം പണം ചെലവഴിച്ചു, അതിന്റെ റിട്ടേൺസ് ചോദിച്ചിട്ടുണ്ടോ? എവിടെയാണ് ഈ സംശയം നിങ്ങൾക്ക് തോന്നിയത്? ഞങ്ങൾ ഈ പണം കൊടുത്ത് ഉദ്ദേശം ഒരു 2021 ആദ്യത്തിൽ തന്നെ ഞങ്ങൾ പണം തിരിച്ചാവശ്യപ്പെട്ടു. ഇനി പണം തരാനും സാധ്യമല്ല, നിങ്ങളുമായിട്ടുള്ള ബിസിനസ്സിനും താല്പര്യമില്ല, ഞങ്ങളുടെ പണം തിരികെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ ആയിട്ട് ഞങ്ങളുടെ പണം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ സമയത്ത് മോൺസൺ കുറച്ച് അവധികൾ പറഞ്ഞു. ഇങ്ങനെ നീണ്ടുപോയപ്പോൾ പേരലായിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി ചേർന്നുകൊണ്ട് ഇത് തട്ടിപ്പാണ് എന്ന് സംശയമുണ്ട്, നമുക്കിതിനെക്കുറിച്ചൊന്ന് പ്രാഥമികമായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മോൺസന്റെ അടുത്ത് റിട്ടേൺ ആവശ്യപ്പെട്ട് പ്രശ്നമുണ്ടാക്കിയെങ്കിൽ പോലും സൗഹൃദത്തിൽ തന്നെ നിന്നുകൊണ്ട് ഓരോ ഡോക്യുമെന്റുകൾ, കാരണം ഈ ഡോക്യുമെന്റുകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴും മോൺസൺ അത് ഞങ്ങളുടെ കൈവശത്തിലേക്ക് തന്നിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും, ലാപ്ടോപ്പ് കാണിക്കും, ഒത്തിരി ഐപോഡിലും മൊബൈലിലും ഒക്കെ ഇങ്ങനെ കാണിക്കും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റേ DGP ആവട്ടെ, അതേപോലെ ലക്ഷ്മണയാവട്ടെ, അവിടെ വന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരാവട്ടെ, ഇവരുടെയൊക്കെ വോയിസ് റെക്കോർഡുകൾ, വോയിസ് മെസ്സേജുകൾ, ഇദ്ദേഹം അവരുമായിട്ടുള്ള സംഭാഷണ ശകലങ്ങൾ ഇതൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അന്ന് ഞങ്ങൾ ആ അന്വേഷണം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് പോലും പോലീസ് പുറത്തേക്ക് പറയില്ലായിരുന്നു. കാരണം അവർക്ക് ഇത് മറച്ചു വെക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കുറെ തെളിവുകൾ ഞങ്ങൾ സമാഹരിച്ച് അറസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് ഇവർക്ക് മോൺസനെ പോലും അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അത് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രീതിയിലേക്ക് ഈ തട്ടിപ്പ് കേസ് പോലും എത്തില്ലായിരുന്നു. നമ്മുടെ KPCC പ്രസിഡന്റ് സുധാകരൻ 2ാം പ്രതിയാണ്. ഇലക്ഷനൊക്കെ വരികയാണ്.
നിങ്ങൾ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇതിന് എന്ത് പങ്കാണ് ഉള്ളത് രണ്ടാം പ്രതിയാകാൻ? ഇതിൽ 2018 നവംബർ 22 KPCC പ്രസിഡന്റ്, അന്ന് അദ്ദേഹം KPCC പ്രസിഡന്റ് അല്ല. അപ്പൊ അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം അവിടെ നിങ്ങൾ അവിടെ ഉണ്ട്? ഇല്ല, ഈ പരാതിക്കാരനായ അനൂപ് അവിടെ മോൺസൺ ആവശ്യപ്പെട്ടത് പ്രകാരം 25 ലക്ഷം രൂപയുമായി അവിടെ വന്നു. അവിടെ മോൺസന്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് മോൺസന് ഈ പണം കൊടുക്കുന്നത്. അത് അദ്ദേഹം തന്നെ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനു ശങ്കിക്കണം, DGP മുതൽ ഇത്രയും ആളുകൾ വരുന്നു, ഇത്രയും സംരക്ഷണം കൊടുത്ത ആളുകൾ വരുന്നു. ശങ്കിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം മനസ്സിലാക്കാൻ, ജനാധിപത്യവും അധികാരവും പോലീസും എല്ലാം ഒരു കള്ളക്കടത്തുകാരൻ്റെ, ഒരു തട്ടിപ്പുകാരൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത് ആ സത്യത്തിന്റെ അപ്പുറത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ വീഴാനുള്ള ഒരു കാരണവുമാണത്. കാരണം ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് സഹവാസം. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മോൺസന് അനൂപ് പണം കൊടുക്കുന്നത്. ഈ പണം മോൺസൺ കൈപ്പറ്റിയതിന്റെ ശേഷം, അനൂപ് പോയതിന്റെ ശേഷം KPCC പ്രസിഡന്റിന്റെ കൈവശത്തേക്ക് അതിൽ നിന്നും 10 ലക്ഷം രൂപ മോൺസൺ എടുത്തു കൊടുക്കുന്നത് മോൺസന്റെ 3 ജീവനക്കാർ കണ്ട സാക്ഷിമൊഴികൾ 164 ആയിട്ട് വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇതിൽ രണ്ടാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹം ഇത്തരത്തിൽ 10 ലക്ഷം വാങ്ങിയത് ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേസ് ചേർത്തതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മോൺസന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവര് വാങ്ങിയ പണം, അതിന്റെ തെളിവ് നിങ്ങളുടെ അടുത്തുണ്ട്? തീർച്ചയായിട്ടും അതിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ കൈവശമുണ്ട്. ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇത്തരത്തിലുള്ള പോലീസുകാരെ സംരക്ഷിക്കുന്ന നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ടിൽ അന്ന് കേസ് അന്വേഷിക്കുന്ന SP സോജൻ കൊടുത്ത മറുപടി അവര് കടം വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ നിന്നാണ്. ലജ്ജാകരമാണ്. അല്ല, തട്ടിപ്പുകാരൻ എന്നതിലപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജൂറിഡിക്ഷനിലുള്ള ആളുകളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ള ചട്ടം തന്നെ അവിടെ ഉണ്ട്. അതും ലംഘിച്ചു. അതിന്റെ അപ്പുറത്ത് തട്ടിപ്പിലൂടെയുള്ള പണമാണ് ഇവർ കൈപ്പറ്റിയിരിക്കുന്നത്. അത് പച്ചയായി ഹൈക്കോടതിയിൽ പോലും കടമായി വാങ്ങി എന്ന് എഴുതി കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരക്കാരെ പ്രതി ചേർക്കുമ്പോൾ ഇത് ഒരു നീതിയുള്ള ഒരു അന്വേഷണമാണോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്താൽ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇതിലെ ഇൻവോൾവ്മെന്റ് ഇവർ തന്നെ പുറത്തുവിടും. അപ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവർ സംരക്ഷിച്ചു. എന്നാൽ ഇവർക്ക് സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്ത ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് IG ലക്ഷ്മണ, അതേപോലെ DIG സുരേന്ദ്രൻ. അവരെ പ്രതി ചേർത്തതിന്റെ പശ്ചാത്തലവും, അവർക്കെതിരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല, അവരെ പ്രതി ചേർത്തതിന്റെ പശ്ചാത്തലവും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ മോൺസൺ മാവുങ്കലല്ലാതെ മറ്റൊരു പ്രതിയും ചേർക്കാത്ത ഘട്ടത്തിൽ, മറ്റൊരു പ്രതിയെയും ചേർക്കാത്ത ഘട്ടത്തിൽ, അതായത് 2022 ജൂലൈ മാസത്തിൽ പരാതിക്കാരനായ യാക്കൂബ് കേസ് അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തു. ഈ CBI അന്വേഷണം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ 7 പ്രതികളെയും ചേർത്തത്. അപ്പോൾ CBI അന്വേഷണം വന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉന്നതരായ പോലീസുകാരെയെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താൻ ഇവർ നിർബന്ധിതരായത്. അത് തെളിയിക്കുന്ന തെളിവ് അവര് തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ആദ്യം കേസ് അന്വേഷിച്ച സോജൻ പറഞ്ഞത് ഇതിൽ സുധാകരനെ ചോദ്യം ചെയ്തിട്ടില്ല. കേസ് ഏറ്റെടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് കോടതിയിൽ കൊടുക്കുന്നത് റിപ്പോർട്ട്. ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ ചോദ്യം ചെയ്യാണ്ട പോലും പ്രസക്തി ഇല്ല എന്നായിരിക്കണല്ലോ അദ്ദേഹം ധരിച്ചത്. രണ്ടാമത് DIG സുരേന്ദ്രൻ പണം വാങ്ങിയതിന് 2 ട്രാൻസാക്ഷൻ അദ്ദേഹത്തിന്റെ ആരോപണത്തിലുണ്ട്. ഒന്ന് 25 ലക്ഷവും ഒന്ന് 15 ലക്ഷവും. ആദ്യത്തെ ട്രാൻസാക്ഷൻ അവർ പറഞ്ഞ വിറ്റ്നസ് ഇല്ല, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞ എവിഡൻസ് ഇല്ല. പിന്നെ IG ലക്ഷ്മണന്റെ അത് ഡയറക്റ്റ് ഈ കേസ് ചീറ്റിംഗ് കേസുമായിട്ട് കണക്റ്റഡ് ആയ കാര്യമല്ല. ഇത്തരത്തിൽ അവർ ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഇതേ ആളുകളെ
ഒരു വർഷം കഴിഞ്ഞ് പിന്നീട് പ്രതികളാക്കി വരുന്നത്. അത് ഹൈക്കോടതിയുടെ മുമ്പിൽ CBIയുടെ ഹർജി നിലനിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഈ തട്ടിപ്പിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് മോൺസന്റെ പുരാവസ്തുക്കൾ അമൂല്യമാണ് എന്ന് എഴുതി ഒപ്പിട്ട് നൽകിയ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ടിട്ട് താഴേക്കടയിൽ നടന്ന അന്വേഷണ സമയത്താണ് നേരത്തെ പറഞ്ഞ കടം വാങ്ങിയെന്ന് പറയുന്ന ആളുകൾ പണം കൈപ്പറ്റിയതൊക്കെ ഈ പറയുന്ന രേഖകൾ നിർമ്മിക്കുന്ന ഘട്ടത്തിലാണ്. പിന്നെ ഇതിൽ ഗുരുതരമായ ഒരു കാര്യം ഹൈക്കോടതിയിൽ ഇവർ പറയുന്നു, DGP അവിടെ വന്നു, ADGP അവിടെ വന്നു. ഇവര് വീട്ടിൽ വന്നതിന്റെ ശേഷം 11/5/2019 അവരവിടെ വരുന്നത്. അവർ വന്നതിന്റെ ശേഷം അവരത് ഹൈക്കോടതിയിൽ പറഞ്ഞത് സംശയം തോന്നിയപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഞാൻ പരിശോധിച്ചപ്പോൾ ഈ മോൺസന് കിട്ടിയ പ്രൊട്ടക്ഷൻ ഓർഡറും ഈ മോൺസന് അനുകൂലമായിട്ട് ഒപ്പിട്ട രേഖകളെല്ലാം ഇവർ വന്നതിന്റെ ശേഷം കൊടുത്തതാണ്. അപ്പൊ ഇവരുടെ അന്വേഷണം ആരട്ടിമറിച്ചു? ഈ അന്വേഷണം അട്ടിമറിക്കാനാണോ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം കൊടുത്തത്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 11/5/2019 ലോക്നാഥ് ബെഹ്റയും മനോജ് എബ്രഹാമും അവിടെ വരുന്നു. 30/5/2019 മോൺസൺ എന്ത് ചെയ്യുന്നത്? എനിക്ക് സംരക്ഷണം വേണം പുരാവസ്തുക്കൾക്ക് എന്ന് പറഞ്ഞ അപേക്ഷ കൊടുക്കുന്നത്. ഇവര് വന്നതിന്റെ ശേഷമാണ് മോൺസൺ അപേക്ഷ കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇനി ആ അപേക്ഷയിലേക്ക് വരികയാണെങ്കിലോ മോൺസൺ എഡിഷൻ എന്ന ലെറ്റർ ഹെഡിലാണ് അപേക്ഷ കൊടുക്കുന്നത്. ഇത് പുരാവസ്തുക്കളിലേക്കൊന്നും അന്വേഷണം പോണ്ട, ഈ കമ്പനിയേ ഇല്ല, അങ്ങനെ ഒരു കമ്പനി ഇല്ല. നിങ്ങളും അങ്ങനെയല്ലേ ചതിക്കപ്പെട്ടത്? തീർച്ചയായും പുരാവസ്തു സൂക്ഷിക്കാനോ പുരാവസ്തു വിൽപ്പന നടത്താനോ പുരാവസ്തു പ്രദർശിപ്പിക്കാനോ ഉള്ള ലൈസൻസ് ഉണ്ടോ എന്ന് പ്രാഥമികമായിട്ട് അന്വേഷിച്ചാൽ തള്ളാവുന്ന ഒരു അപേക്ഷയിന്മേലാണ് ഈ പറയപ്പെടുന്ന പുരാവസ്തുക്കൾക്ക് മോൺസന്റെ ഉടമസ്ഥാവകാശം ചാർത്തി കൊടുത്തുകൊണ്ട് ഈ രേഖകൾ മുഴുവൻ കേരള പോലീസ് നൽകിയത്. ഞങ്ങൾ ഈ തുടക്കത്തിൽ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ശക്തമായി നടത്തുമെന്നുള്ള പ്രതീക്ഷയും അത്തരത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കാരണം പരാതി കൊടുത്ത് FIR ഇട്ടു, അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പോലീസിലെ ഒരു അബദ്ധം അവർ തിരുത്തി അങ്ങ് പോകട്ടെ എന്ന് കരുതിയിട്ട് ഈ രേഖകളെ കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ 2,62,000 കോടി കിട്ടാനുള്ളത് അതിന് പണം കൊടുത്തു. അതൊക്കെ ഞങ്ങളുടെ പരാതിയിൽ വന്നത് ഇദ്ദേഹത്തെ എതിരെ പരാതി കൊടുത്തപ്പോൾ കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സൗഹൃദത്തിൽ നിന്നുവെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഐപാഡിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്ത രേഖകളാണ്. ഇത് ഞങ്ങളുടെ പരാതിയിൽ മെൻഷൻ ചെയ്തു. കാരണം അതിനുള്ള ശിക്ഷ കൂടി അദ്ദേഹത്തിന് കിട്ടണം, അങ്ങനെയല്ലേ ഞങ്ങൾ പരാതി കൊടുക്കുക. പക്ഷേ പുറത്തേക്ക് വന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് വിഡ്ഢികളായി കൊടുത്തു എന്നാ. യഥാർത്ഥത്തിൽ അതല്ല. കേരള പോലീസിന്റെ ഇത്തരം രേഖകൾ അവിടെ പുരാവസ്തുക്കളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ രേഖകളുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെന്ത് ചോദിക്കണം?